ഇരട്ടയാർ ഡാമിന്റെ വിഷ്ടിപ്രദേശം കയ്യേറിയുള്ള നിർമ്മാണത്തിൽ നടപടി. KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുമതിയില്ലാതെ എന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്നും നിർമ്മാണം പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകുമെന്നും KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഡാമിന്റെ വിഷ്ടിപ്രദേശം കയ്യേറിയുള്ള നിർമ്മാണം ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ഇമ്പാക്റ്റ് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, എന്തായാലും ആ റിപ്പോർട്ടിന്മേലൊരു നടപടി ഉണ്ടായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. സുബിൻ, വിശദാംശങ്ങൾ. ിക്കുന്നതിന് വേണ്ടിയുള്ള ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് ഇത്തരത്തിൽ കയ്യേറ്റം നടന്നത്. ഈ പ്രദേശത്ത് ആദ്യം മുതൽ തന്നെ കയ്യേറ്റമുണ്ടെന്ന ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നത് വളരെ വൈകിയിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു കയ്യേറ്റം നടന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കയ്യേറി ആ ഒരു സ്ഥലത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇത് വലിയ വിവാദത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ഈ ഇടുക്കി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഒത്ത നടുക്കാണ് ഈ ഒരു റോഡ് പോകുന്നത്. പ്രധാനമായും ഈ റോഡിന് എതിർവശം ജനവാസ മേഖലയാണ്, ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ സ്വകാര്യ വ്യക്തി ഈ സ്ഥലങ്ങൾ ഹൗസ് പ്ലോട്ടുകളായി മുറിച്ചു വിൽക്കുന്ന സമയത്ത് ഈ ഡാമിലൂടെ നിർമ്മിച്ച ഒരു റോഡ് പിന്നീട് ടാർ ചെയ്യുകയാണ് ഉണ്ടായത്. ആ റോഡാണ് പിന്നീട് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ഇടപെട്ട് അത് കോൺക്രീറ്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഈ KSEBയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും, അല്ലെങ്കിൽ KSEBയുടെ ഇതിന്റെ അനുമതി ഒന്നും വാങ്ങാതെയാണ് ഈ ഒരു നടപടികളെല്ലാം തന്നെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്. KSEB ഉദ്യോഗസ്ഥർ ജനം TV ഇന്ന് രാവിലെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജിയുടെ നേതൃത്വത്തിലുള്ള വാഴത്തോപ്പിൽ നിന്നുള്ള സംഘം എത്തിയാണ് ഈ ഒരു പരിശോധന നടത്തി കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചത്. കൂടാതെ ഈ ഈ KSEBയുടെ ജണ്ടകൾ, അതായത് ഈ അതിർത്തി തിരിക്കുന്ന ജണ്ടകളുണ്ട്, ആ ജണ്ടകളെല്ലാം തന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെ വേലിക്കുള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് മുകളിലൂടെയൊക്കെ മതില് കെട്ടി മാറ്റിയിരിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർ നേരിൽ കണ്ട് പരിശോധിച്ച ശേഷമാണ് പോയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഉടൻ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിർമ്മാണം ഏത് തരത്തിൽ നടന്നു, അല്ലെങ്കിൽ ഇതിന് ഏത് തരത്തിൽ എന്ത് അനുമതിയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ആണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ KSEBയുടെ NOCയോ അല്ലെങ്കിൽ KSEBയുടെ അനുമതിയോ ഇല്ലാതെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് എങ്ങനെ ഫണ്ട് അനുവദിച്ചു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തരും. കൂടാതെ ഈ നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് വേണ്ട ഉത്തരവ് ഉടൻ തന്നെ പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുബിൻ, ഡാമിന്റെ വൃഷ്ടിപ്രദേശം കയ്യേറിയുള്ള നിർമ്മാണം അത് ജനം TV ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത് പോലീസിൽ പരാതി നൽകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് അനുമതി തേടാത്ത ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ NOCക്ക് അപേക്ഷ പോലും നൽകാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയ ശേഷം മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഈ ഒരു വിശദീകരണം തേടും, പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം തേടും. അതിനുശേഷം ആവും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പോലീസിൽ പരാതി നൽകാനുള്ള നടപടികൾ ആരംഭിച്ച ശേഷമാണ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പഞ്ചായത്ത് നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഈ വർഷങ്ങളായി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡുണ്ട്, ഒരു ടാറിംഗ് റോഡായിരുന്നു, അത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ എതിർവശത്ത് താമസിക്കുന്ന ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, അവിടെയുള്ള ആളുകൾ റോഡ് പുനർനിർമ്മിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതേ തുടർന്ന് ഫണ്ട് അനുവദിച്ച് നൽകുകയായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് പഞ്ചായത്ത് നൽകുന്നത്. പഞ്ചായത്ത് ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള വ്യക്തി പറയുന്നത് ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട് മറ്റ് അനുമതികൾ തേടേണ്ടതുണ്ടായിട്ടില്ല എന്ന് തോന്നിയെന്നാണ്. കാരണം ഈ ഒരു റോഡ് മുമ്പ് ടാർ ചെയ്തിരുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ മറ്റ് അനുമതികളൊന്നും വേണമെന്ന് തനിക്കറിയില്ല, അല്ലെങ്കിൽ മറ്റനുമതികൾ വേണ്ട എന്ന് കണ്ടുകൊണ്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തെന്നുള്ള ഒരു വിശദീകരണമാണ് ഇയാൾ നൽകുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് വ്യക്തമായും ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തിന് ഉള്ളിലൂടെ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് കാണുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചിരുന്നത്. അതിനുശേഷമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടത്തിയിട്ടുള്ളതും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്താണ് LDF ആണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അതിൽ ധാർഷ്ട്യമില്ല. അതായത് ഈ ഭരണം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവഗണിച്ച് മുമ്പോട്ട് പോകാനാകും എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഒരിക്കൽ കൂടി സുബിനെയും ക്യാമറമാനെയും അഭിനന്ദിക്കുന്നു. ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കയ്യേറിയുള്ള നിർമ്മാണത്തിൽ നടപടി. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുമതിയില്ലാതെ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടും. മാത്രമല്ല പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പരാതി കൊടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുബിൻ ആണ് വിവരങ്ങൾ
നൽകിയത്.